ഒരു നമസ്കാരം. ജെൻസനാണ്. ഏവർക്കും ഒരിക്കൽ കൂടി ക്രെഡിറ്റ് മന്ത്രിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, നിലവിൽ ഏത് ബാങ്കിലാണോ ലോൺ ഇരിക്കുന്നത്, ആ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് മറ്റൊരു ബാങ്കിലോട്ട് വെച്ച് പലിശ കുറച്ച് അഡീഷണൽ ആയിട്ട് നമ്മളുടെ ആവശ്യത്തിന് തുക കൂടുതലായിട്ട് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്. അതായത് ടേക്ക് ഓവർ ചെയ്ത് ടോപ്പ് അപ്പ് ചെയ്യുക. ഈ വിഷയത്തെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ബാങ്കുകളുടെ നിബന്ധനകൾ എന്തൊക്കെയാണ്? എത്ര ലക്ഷം രൂപ വരെ നമുക്ക് അഡീഷണൽ ആയിട്ട് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റും? വീട് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ടേക്ക് ഓവർ ചെയ്ത് ടോപ്പ് അപ്പ് ചെയ്യാൻ സാധിക്കുമോ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുന്നുണ്ട്. എവർക്കും ഒരിക്കൽ കൂടി ക്രെഡിറ്റ് മന്ത്രിയിലേക്ക് സ്വാഗതം. നമുക്ക് വീഡിയോയിലോട്ട് ചെയ്യാം. നമ്മൾ ആദ്യമായിട്ട് പരിശോധിക്കാൻ പോകുന്നത് എന്താണ് ടേക്ക് ഓവർ എന്നുള്ളതാണ്. അതായത് ഭവന വായ്പ എടുത്തതിന് ശേഷം നിലവിലുള്ള പലിശയിൽ നിന്ന് കൂടുതലാണ് ബാങ്ക് ഈടാക്കുന്നതെന്ന് തോന്നിയാൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിപരമായ വിഷയത്തിന്മേൽ, അതുമല്ലെങ്കിൽ ലോൺ ഇരിക്കുന്ന ബാങ്കിൽ നൽകുന്നതിനേക്കാട്ടിൽ കൂടുതൽ തുക മറ്റു ബാങ്കുകൾ നൽകാൻ തയ്യാറായാൽ, നിലവിൽ ലോൺ ആ ബാങ്കിൽ നിന്ന് മാറ്റി മറ്റു ബാങ്കിന് നൽകാം. ലോൺ സ്വീകരിക്കുന്ന ബാങ്ക് നിലവിലെ ബാങ്കിന്റെ ലോൺ തുക അടച്ചു തീർത്ത് വസ്തു സംബന്ധമായ ഡോക്യുമെന്റ് അവരെടുത്ത് അഡീഷണൽ ആയിട്ടുള്ള തുക നമുക്ക് തരും. ടേക്ക് ഓവറിന് ശേഷം കൂടുതൽ തുക ആവശ്യമെങ്കിൽ ടോപ്പ് അപ്പ് ആയോ, അതല്ലെങ്കിൽ ടേക്ക് ഓവർ പ്ലസ് കൺസ്ട്രക്ഷൻ, ടേക്ക് ഓവർ പ്ലസ് മെയിൻ്റനൻസ്, ടേക്ക് ഓവർ പ്ലസ് ലോൺ അഗൈൻസ്റ്റ് പ്രോപ്പർട്ടി, ഏത് രീതിയിലും നമുക്ക് അഡീഷണൽ ആയിട്ട് തുക നൽകാൻ അവർ തയ്യാറാവും. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, നമ്മൾ എടുത്തിരിക്കുന്ന തുക എന്ന് പറയുന്നത് 10 ലക്ഷം രൂപ. 10% നമുക്ക് ബാങ്ക് ലോൺ നൽകുകയെന്നിരിക്കട്ടെ. ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ബാങ്കിൽ ചെന്ന് നമ്മുടെ പലിശ നിരക്ക് നോക്കുമ്പോൾ 12% ആ ബാങ്ക് കൂട്ടിയിരിക്കുന്നതെങ്കിൽ, എന്നാൽ നിലവിൽ പുതിയതായിട്ട് ആ ബാങ്കിൽ നിന്ന് തന്നെ ലോൺ എടുക്കാൻ വരുന്ന കസ്റ്റമറിന് 10% തന്നെ അല്ലെ 10.5% ആണ് ലോൺ കൊടുക്കുന്നതെങ്കിൽ, 12% നിലവിൽ നിൽക്കുന്ന നമ്മുടെ പലിശ നിരക്ക് കുറച്ച് 10% അല്ലെ 10% ആക്കാനെ കൊണ്ട് ബാങ്ക് വിസമ്മതിച്ചാൽ, നമുക്ക് മറ്റൊരു ബാങ്കിലോട്ട് ലോൺ ടേക്ക് ഓവർ ചെയ്ത് നമ്മുടെ നിലവിലുള്ള 12% പലിശ എന്നുള്ളത് മാറ്റി 10 10 ആക്കി, നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ തുക എടുക്കണമെന്ന് നമുക്ക് ആഗ്രഹം വന്നാൽ, നമുക്ക് കുറച്ചുകൂടെ തുക വാങ്ങിച്ചെടുക്കുന്നതിനെ ആ പ്രോസസ്സാണ് ടേക്ക് ഓവർ പ്ലസ് ടോപ്പ് അപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ബാങ്കുകളുടെ നിലവിലുള്ള നിബന്ധനകൾ എന്താണ്, ബാങ്കുകളുടെ പോളിസികൾ എന്താണ്, എത്ര മാസം കൊണ്ട് നമുക്ക് ഈ പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് എത്ര രൂപ വരെ അഡീഷണൽ കിട്ടാൻ സാധ്യതയുണ്ട്, നമ്മളുടെ ലോൺ ആപ്ലിക്കേഷൻ കൊടുത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ മറ്റൊരു ബാങ്കിലോട്ട് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റുമോ, തുടങ്ങിയ എല്ലാ ഡീറ്റെയിലും നമ്മൾ ഇന്ന് വിശദമായിട്ട് പരിശോധിക്കുന്നുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി നോക്കാം. പ്രധാനമായിട്ടും ബാങ്കുകളുടെ പോളിസി എന്താണെന്ന് നമുക്ക് ടേക്ക് ഓവറിന് മുമ്പായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതിനകത്തിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത്, നിലവിൽ ഏത് ബാങ്കിലാണോ നമ്മൾക്ക് ലോൺ ഇരിക്കുന്നത്, ആ ബാങ്കിന് തന്നെ നമ്മളുടെ നിലവിലുള്ള പലിശ, ഇപ്പൊ നമ്മൾ 10% ലോൺ എടുത്തു, നമ്മുടെ നിലവിലെ പലിശ 12% ആണെങ്കിൽ 12% ഇരിക്കുന്ന പലിശ നിരക്ക് ആ ബാങ്കിന്റെ തന്നെ പുതിയൊരു കസ്റ്റമറിന് അവർ ലോൺ കൊടുക്കുന്നത് എത്ര ശതമാനത്തിനാണോ, ആ ശതമാനത്തിലേക്ക് നമുക്ക് കുറച്ചു തരാൻ പറ്റും. അതിന് സ്വിച്ച് ഓവർ എന്ന് പറയുന്ന ടേം ആണ് അവർ യൂസ് ചെയ്യുന്നത്. ഈ സ്വിച്ച് ഓവറിന് ഒരു അഡീഷണൽ ഫീസ് ഉണ്ട്. ആ ഫീസ് അടച്ചാൽ നമ്മുടെ 12% പലിശ 10% അല്ലെ 10.5% പലിശയിലോട്ട് അവർ കുറച്ചു തരും. പിന്നീട് നമ്മൾക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് തുക വേണമെന്നുണ്ടെങ്കിൽ ആ തുക തരാനും ബാങ്ക് തയ്യാറാവും. പല ബാങ്കുകളും രണ്ടിലധികം ടേക്ക് ഓവറുകൾ നടത്തിയാൽ പിന്നീട് ബാങ്ക് ലോൺ നൽകാൻ തയ്യാറാവത്തില്ല. എന്നാൽ ചില ബാങ്കുകൾക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അവർ എത്ര ടേക്ക് ഓവർ ചെയ്യാനും അവർ തരാൻ തയ്യാറാവും. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവുക. അതേപോലെ തന്നെ ഒരു ബാങ്ക് മറ്റൊരു ബാങ്കിൽ നിന്ന്, പ്രത്യേകിച്ച് നാഷണലൈസ്ഡ് ബാങ്കും ഷെഡ്യൂൾഡ് ബാങ്കുകളും, മറ്റൊരു ബാങ്കുകളിൽ നിന്ന് ലോൺ ടേക്ക് ഓവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ആ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് 12 EMI എങ്കിലും കൃത്യമായിട്ട് ഒരടവ് പോലും തെറ്റാതെ അടച്ചിട്ടുള്ളവർക്ക് മാത്രമാണ് 90% സമയങ്ങളിലും അവർ ലോൺ കൊടുക്കാൻ തയ്യാറാകുക. അപ്പൊ ഈ കാര്യങ്ങൾ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മളുടെ വാല്യുവേഷൻ, അതായത് ഒരു പ്രോപ്പർട്ടി നമ്മൾ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ ബാങ്ക് ഒരു വാല്യുവേഷൻ നടത്തും. ഒരു വാല്യുവേഷൻ ബാങ്ക് ഒരിക്കൽ നടത്തിയാൽ പിന്നീട് അടുത്ത 3 വർഷം കഴിയാതെ അന്ന് നടത്തിയ വാല്യുവേഷനെക്കാട്ടിൽ കൂടുതൽ തുക അഡീഷണൽ ആയിട്ട് ഇടാൻ അവർ തയ്യാറാവത്തില്ല. ഉദാഹരണം പറഞ്ഞാൽ, നമ്മളുടെ വസ്തുവും വീടും കൂടെ ബാങ്ക് ഇപ്പൊ വാല്യുവേഷൻ ചെയ്ത് 1 കോടി രൂപയൊക്കെ ആണെങ്കിൽ, ആ 1 കോടി രൂപയുടെ വാല്യുവേഷൻ അടുത്ത 3 വർഷത്തേക്കും നമ്മുടെ പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ 1 crore ആയിട്ടേ ബാങ്ക് കൺസിഡർ ചെയ്തുള്ളൂ. 3 വർഷം കഴിഞ്ഞാൽ മാത്രമേ ആ പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ വീണ്ടും നടത്തി അഡീഷണൽ വാല്യൂ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ 1 കോടി 10 ലക്ഷം, 1 കോടി 20 ലക്ഷം രൂപയൊക്കെ ആയിട്ട് അവർ കൂടുതലായിട്ട് ഇട്ട് തരാൻ തയ്യാറാവത്തുള്ളൂ. അപ്പം നമുക്ക് ടേക്ക് ഓവർ ടോപ്പ് അപ്പ് ചെയ്യുന്ന സമയത്ത്
നമ്മളുടെ പ്രോപ്പർട്ടിയുടെ വാല്യൂവിന്റെ 75% കൂടുതൽ, അല്ലെങ്കിൽ മാക്സിമം 80% കൂടുതൽ ലോൺ നൽകാൻ ബാങ്കുകൾ തയ്യാറാവത്തില്ല. അപ്പൊ ഈ കാര്യങ്ങൾ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ കേസുകളിലാണ് പലപ്പോഴും പെട്ടെന്ന് നമുക്ക് അഡീഷണൽ ആയിട്ട് തുക വേണ്ടി വരുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഒരു വീട് പണി നടത്തുന്നു ഒരു 30 ലക്ഷം രൂപയ്ക്ക്. അങ്ങനെ വീട് പണി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആകെ ലോൺ എടുത്തത് 15 ലക്ഷം രൂപയാണെന്ന് കരുതുക. ബാക്കി നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നമ്മൾ ബാങ്കിനോട് പറയുന്നു, നിങ്ങൾ എനിക്ക് ഇത്രയും തന്നാൽ മതി, എന്റെ കയ്യിലുള്ള പൈസ കൂടെ ചേർത്ത് നമുക്ക് വീട് പണി തീർക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ബഡ്ജറ്റ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് പോയില്ല. നമുക്ക് പെട്ടെന്ന് പെരവാസ്തോലി അല്ലെ ലാസ്റ്റ് ഫൈനൽ ടച്ച് ഒക്കെ വീടിന്റെ ചെയ്യേണ്ടി വരുമ്പോൾ അഡീഷണൽ ഫണ്ട് ആവശ്യം വരുന്നു. നമ്മൾ അന്നേരം പെട്ടെന്ന് ബാങ്കിനോട് ചെന്ന് ചോദിക്കുമ്പോൾ ബാങ്ക് ഫണ്ട് തരാൻ തയ്യാറാവില്ല. കാരണം 12 EMI എങ്കിലും അടവ് കഴിയാതെ നമുക്ക് അഡീഷണൽ തുക ബാങ്കിന് നൽകാൻ ആ ബാങ്കിന് പോളിസി ഇല്ല, നിബന്ധനയില്ല. അപ്പൊ പിന്നീട് നമുക്ക് അത് ടേക്ക് ഓവർ ചെയ്ത് മറ്റു ബാങ്കിലോട്ട് പോകേണ്ടി വരും. പലപ്പോഴും ഇങ്ങനെയുള്ള കേസുകളാണ് ടേക്ക് ഓവർ ടോപ്പ് അപ്പ് വരുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന്, മക്കളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ മറ്റ് പേഴ്സണൽ ബാധ്യതകളൊക്കെ തീർക്കാൻ വേണ്ടിയൊക്കെയാണ് ടേക്ക് ഓവർ പ്ലസ് ടോപ്പ് അപ്പ് ചെയ്യുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവും. മിനിമം 12 EMI എങ്കിലും അറിഞ്ഞിരിക്കണം. സെയിം ബാങ്ക് ആണെങ്കിൽ അവർക്ക് തന്നെ ടോപ്പ് അപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ആദ്യം തിരക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ മറ്റു ബാങ്കിലോട്ട് ടേക്ക് ഓവർ ചെയ്യാൻ പോകാവൂ. അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ കേസുകളിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫണ്ട് ആവശ്യമാണെങ്കിൽ ടേക്ക് ഓവർ ചെയ്ത് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ EMI ഒന്നും അടച്ചു തുടങ്ങിയില്ലെങ്കിൽ പോലും ലോൺ നൽകാൻ തയ്യാറാകുന്ന സ്ഥാപനമുണ്ട്. LIC ഹൗസിംഗ് ഫിനാൻസ് അവർ ലോൺ നൽകാൻ തയ്യാറാവും. അതുപോലെ തന്നെ ഇസാഫ് ബാങ്ക് ലോൺ നൽകാൻ തയ്യാറാവും. അപ്പൊ ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പോളിസികൾ. ഇനി നമുക്ക് മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് ടേക്ക് ഓവർ ആൻഡ് ടോപ്പ് അപ്പിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. അതിനകത്തിൽ അഡ്വാൻറ്റേജസ് ആയിട്ട് നമ്മൾ ആദ്യം കണക്കാക്കുന്നത്, നമ്മൾക്ക് നിലവിലിരിക്കുന്ന പലിശ കുറച്ച് നമ്മുടെ ലോൺ ഇരിക്കുന്ന ബാങ്ക് നൽകാൻ തയ്യാറായില്ലെങ്കിൽ മറ്റ് ബാങ്കിലോട്ട് ലോൺ ടേക്ക് ഓവർ ചെയ്യുമ്പോൾ നമുക്ക് പലിശ കുറച്ച് തരാൻ ബാങ്കുകൾ തയ്യാറാകും. ഒന്ന്. രണ്ട്, അധികമായിട്ട് തുക, അതായത് 100% വരെയും ടോപ്പ് അപ്പ് നൽകുന്ന ബാങ്കുകളുണ്ട്. 10 ലക്ഷത്തിന് നമ്മൾ ലോൺ എടുത്തു, നമ്മൾ മറ്റൊരു ബാങ്കിലോട്ട് ചെല്ലുമ്പോൾ 20 ലക്ഷം രൂപ വരെയും ലോൺ നൽകാൻ തയ്യാറാവുന്ന ബാങ്കുകളുണ്ട്. നിലവിലെടുത്ത ലോണിന്റെ ഇരട്ടിയോളം ലോൺ നൽകാൻ തയ്യാറാവുന്ന ബാങ്കുകളുണ്ട്. എന്നാൽ ചില ബാങ്കുകൾക്ക് 10%, 20%, 30% എന്നൊക്കെ ടോപ്പ് അപ്പിന് ലിമിറ്റേഷൻ ഉണ്ട്. ഈ 100% നൽകാൻ തയ്യാറാകുന്ന ബാങ്കുകളും 10, 20, 30 എന്നീ ശതമാനങ്ങൾ തരാൻ തയ്യാറാവുന്ന ബാങ്കുകളും ഒരു പോളിസിയിൽ എല്ലാവരും ഐക്യപ്പെട്ടിരിക്കുന്നു. ഒന്നെന്ന് പറയുന്നത്, നമ്മുടെ പ്രോപ്പർട്ടി വാല്യൂവിന്റെ 75% to 80% വരെ മാത്രമേ മാക്സിമം ബാങ്ക് ലോൺ നൽകത്തുള്ളൂ. അതുപോലെ തന്നെ അൺലിമിറ്റഡ് ടോപ്പ് അപ്പ് ആണ് 75% ഓഫ് ദി ടോട്ടൽ പ്രോപ്പർട്ടി. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് ചില ബാങ്കുകൾ 30% മുതൽ 50% വരെയാണ്, ഒരു വർഷത്തിനുള്ളിലാണ് ടോപ്പ് അപ്പ് ആവശ്യപ്പെടുന്നതെങ്കിൽ നൽകാൻ തയ്യാറാകുക. മറ്റ് ചില ബാങ്കുകൾ ഒരു വർഷത്തിനുള്ളിൽ 10%, 2 വർഷത്തിനുള്ളിൽ 20%, 3 വർഷത്തിനുള്ളിൽ 30% എന്നുള്ള രീതിക്കൊക്കെ ആയിരിക്കും ചില ബാങ്കുകൾ നൽകുന്നത്. അതേപോലെ തന്നെ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ വാല്യുവേഷൻ 3 വർഷത്തേക്കാണ് എടുത്തത്. 3 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ വാല്യുവേഷൻ ഇട്ടിട്ട് ആ വാല്യുവേഷൻ അനുസരിച്ചിട്ട് മാത്രമേ ബാങ്കുകൾ ലോൺ നൽകാൻ തയ്യാറാകത്തുള്ളൂ. അതേപോലെ തന്നെ റീവാല്യുവേഷൻ, നമുക്ക് പുതിയതായിട്ട് ഒരു ബാങ്കിലോട്ട് ലോണിന് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് നിലവിലുള്ള നമ്മുടെ പലിശ കുറച്ച് നമുക്ക് റീവാല്യുവേഷൻ ചെയ്ത് അഡീഷണൽ തുക മാക്സിമം നേടിയെടുക്കാനെ കൊണ്ട് പുതിയ ബാങ്കുകൾക്ക് സാധ്യമാണ്. അതേപോലെ തന്നെ അഡീഷണൽ എമൗണ്ട് പ്രീപേയ്മെന്റ് പോസിബിൾ ആകുന്ന ബാങ്കുകളുണ്ട്. അതായത് നമ്മൾക്ക് ചില NBFCകളിൽ നമ്മൾ ലോൺ എടുത്തു, അവിടെ നമുക്ക് അഡീഷണൽ ആയിട്ട് തുക അടയ്ക്കാൻ അവർ സമ്മതിക്കുന്നില്ലെങ്കിൽ നമുക്ക് ടേക്ക് ഓവർ ചെയ്ത് നാഷണലൈസ്ഡ് ബാങ്കിലോട്ട് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള തുക EMI അടയ്ക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട്. അപ്പൊ പ്രധാനമായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മുടെ പലിശ കുറഞ്ഞു കിട്ടും, നമുക്ക് അഡീഷണൽ തുക കിട്ടും, നമുക്ക് ഇഷ്ടമുള്ള തുക അഡീഷണൽ ആയിട്ട് അടയ്ക്കാൻ സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഏതൊക്കെ ബാങ്കുകളിൽ നിന്ന് നമുക്ക് ലോൺ ടേക്ക് ഓവർ ചെയ്യാം, പ്രത്യേകിച്ച് 10 മുതൽ 14% വരെയൊക്കെ പലിശ ഈടാക്കി ലോൺ നൽകിയിരിക്കുന്നത്, പ്രത്യേകിച്ച് ബിസിനസ്സുകാർക്ക് ലോൺ നൽകിയിരിക്കുന്ന ആളുകൾക്കൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ടേക്ക് ഓവർ ചെയ്ത ആ ലോണുകളിൽ 9% പലിശയിലോട്ടോ മാക്സിമം 10%-ത്തിൽ താഴെ നമുക്ക് ലോൺ ചെയ്തു തരാൻ സാധിക്കും. അതിനകത്തിൽ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ശ്രീറാം ഫിനാൻസിൽ നിന്ന് മണപ്പുറം, മുത്തൂറ്റ്, ചോള, സുന്ദരം, പിരമൽ ഫിനാൻസ്, ടാറ്റ ഫിനാൻസ് തുടങ്ങിയ അഫോർഡബിൾ സെഗ്മെന്റ് ബിസിനസ് ലോൺസ് നൽകുന്ന, അല്ലെങ്കിൽ ഹൗസിംഗ് ലോൺസ് നൽകുന്ന, ലോൺ അഗൻസ്റ്റ് പ്രോപ്പർട്ടി നൽകുന്ന ഏത് തരം ലോണുകൾ എടുത്തിരിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നാണെങ്കിലും നമുക്ക് ടേക്ക് ഓവർ ചെയ്ത് നമുക്ക് പലിശ കുറച്ച് ടോപ്പ് അപ്പ് ചെയ്തു തരാൻ സാധിക്കും. ബിസിനസ് ലോൺ ആണെങ്കിൽ, അതായത് വസ്തുവും വീടും കൊണ്ട് പണയം വെച്ച ലോണുകളാണെങ്കിൽ 15-18 മാസം വരെയെങ്കിലും ഒരടവ് പോലും തെറ്റാതെ നിങ്ങൾ ലോൺ അടച്ചവരായിരിക്കണം. കൺസ്ട്രക്ഷൻ ലോണുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 12 മാസത്തിന് മുകളിൽ ഒരടവ് പോലും തെറ്റാതെ ലോൺ തിരിച്ചടച്ചിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് ടേക്ക് ഓവർ ചെയ്ത് 14%-നൊക്കെ ഇരിക്കുന്ന പലിശ നമുക്ക് 10%-ത്തിലോട്ട് കുറയ്ക്കാൻ സാധിക്കും.
ഏറ്റവും ലേറ്റസ്റ്റ് പ്രധാന നിബന്ധനകളിലൊന്നെന്ന് പറയുന്നത് നിങ്ങൾ ബിസിനസ്സുകാരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ഇൻകം ടാക്സ് അടയ്ക്കാൻ തയ്യാറായാൽ മാത്രം മതി. അതേപോലെ തന്നെ ബിസിനസിന്റെ പ്രൂഫുകൾ നൽകാൻ തയ്യാറാണ്. അപ്പം മിനിമം 2 വർഷമായിട്ടെങ്കിലും ബിസിനസ് നടത്തുന്നവരാണെങ്കിൽ നമുക്ക് ഇത്രയും സ്ഥാപനങ്ങളിൽ നിന്ന് ടേക്ക് ഓവർ ചെയ്ത് നമുക്ക് ടോപ്പ് അപ്പ് ചെയ്ത് തരാൻ സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് പ്രധാനമായിട്ട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് ഞങ്ങൾക്ക് സഹകരണ സംഘങ്ങളിൽ നിന്ന് കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നിന്നൊക്കെ ലോൺ ടേക്ക് ഓവർ ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ ഗഹാൻ എഴുതുന്ന ബാങ്കുകളിൽ നിന്ന് ലോൺ ടേക്ക് ഓവർ ചെയ്യത്തില്ല. എന്നാൽ ചില സ്ഥാപനങ്ങളിൽ നിന്ന് ടേക്ക് ഓവർ ചെയ്യുകയും ചെയ്യും. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിശോധിക്കാം. അതായത് ഒന്ന് കേരള ബാങ്ക്, അവർക്ക് ഗഹാൻ ഇല്ല. KSBDCക്ക് ഗഹാൻ ഇല്ല. ഈ 2 സ്ഥാപനങ്ങളിൽ നിന്നും നമുക്ക് അവരുടെ ഒരടവ് പോലും തെറ്റാതെ അടച്ചിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ടേക്ക് ഓവർ ചെയ്ത് ടോപ്പ് അപ്പ് നൽകാൻ സാധിക്കും. ഹൗസിംഗ് ലോണായിട്ട് അല്ലെങ്കിൽ ലോൺ അഗൻസ്റ്റ് പ്രോപ്പർട്ടിക്ക് എടുത്തിരിക്കുന്ന ലോണുകൾ മാത്രമാണ് ഇവിടങ്ങളിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ടേക്ക് ഓവർ ചെയ്ത് ടോപ്പ് അപ്പ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതേപോലെ തന്നെ ഗഹാൻ എഴുതുന്ന സ്ഥാപനമാണ് കാർഷിക ഗ്രാമ വികസന ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ കേരള കാർഷിക ഗ്രാമ വികസന ബാങ്കിൽ നിന്ന് നമുക്ക് ഗഹാൻ എഴുതുന്ന സ്ഥാപനം ആണെങ്കിലും നമുക്ക് ടേക്ക് ഓവർ ചെയ്ത് ടോപ്പ് അപ്പ് ചെയ്യാൻ സാധിക്കും. എന്നാൽ നിബന്ധനയുണ്ട്. ആ നിബന്ധന എന്ന് പറയുന്നത് നിങ്ങൾ ഭവന വായ്പയായിട്ട് എടുത്ത ലോൺ ആണെങ്കിൽ മാത്രമേ ടേക്ക് ഓവർ ചെയ്ത് ടോപ്പ് അപ്പ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതല്ലെങ്കിൽ വസ്തുവും വീടും കൂടെ പണയം വെച്ചെന്നുള്ള രീതിയിൽ. അതേ സമയത്ത് അത് ഈ ആട് വളർത്തല്, കോഴി വളർത്തല് അല്ലെങ്കിൽ ഈ മറ്റ് അനുബന്ധ കാര്യങ്ങൾ കൂടെ ചേർത്തെടുത്തിരിക്കുന്ന ലോൺ ആണെങ്കിൽ ആ ചേർത്തെടുത്തിരിക്കുന്ന തുക നമുക്ക് ടേക്ക് ഓവർ ചെയ്യാൻ സാധിക്കത്തില്ല. എന്നാൽ വീട് പണിയാന്, വസ്തുവും വീടും വാങ്ങിക്കാന്, വീട് മെയിൻ്റനൻസ്, വീട് എക്സ്റ്റൻഷന്, വസ്തുവും വീടും പണയപ്പെടുത്തി ഇത്രയും ലോണുകൾക്കകത്താണ് ഇത് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ടേക്ക് ഓവർ ചെയ്ത് ടോപ്പ് അപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ കാര്യങ്ങൾ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ സഹകരണ സംഘങ്ങളിൽ നിന്ന് ലോൺ ടേക്ക് ഓവർ ചെയ്യാൻ ഒരു ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ സാലറി സംബന്ധമായ ഡോക്യുമെന്റുകൾ, അതുപോലെ തന്നെ വസ്തു സംബന്ധമായ ഡോക്യുമെന്റുകളുടെ ഒക്കെ കോപ്പി കൊടുത്ത് നാഷണലൈസ്ഡ്, ഷെഡ്യൂൾഡ്, പ്രൈവറ്റ് NBFCകളിൽ ലോൺ സാങ്ഷൻ ആക്കി സാങ്ഷൻ ലെറ്റർ കൈ വാങ്ങിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും പൈസ കുറച്ച് ദിവസത്തേക്ക് അറേഞ്ച് ചെയ്ത് അവിടെ സൊസൈറ്റിയിലെ പൈസ അടച്ച് ആധാരം എടുത്ത് ബാങ്കിൽ കൊടുത്താൽ തീർച്ചയായിട്ടും അവിടെ നിന്നും ടേക്ക് ഓവർ എന്ന് പറഞ്ഞ് ആ രീതിക്ക് അനുസരിച്ച് ചെയ്യാൻ പറ്റും. അപ്പം സൊസൈറ്റികളാണെങ്കിലും ഇങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് പൈസ അറേഞ്ച് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ആ കാര്യങ്ങൾ നടക്കും. അപ്പൊ അതുകൊണ്ട് ഈ കേരള ബാങ്ക്, KSBDC, കാർഷിക ഗ്രാമ വികസന ബാങ്കിൽ നിന്നൊക്കെ നമുക്ക് ലോൺ ടേക്ക് ഓവർ ചെയ്യാൻ സാധിക്കും. സൊസൈറ്റികളാണെങ്കിൽ പ്രീ സാങ്ഷൻ ലെറ്റർ നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് ലോൺ സാങ്ഷൻ ആക്കിയ ലെറ്റർ നിങ്ങൾക്ക് തന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും പൈസ അറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ലോൺ ടേക്ക് ഓവറിന് ഏറ്റവും ഈസിയസ്റ്റ് ഫോം എന്ന് പറയുന്നത് നിങ്ങളുടെ സാലറി സംബന്ധമായ ഡോക്യുമെന്റുകൾ വെച്ചും അതുപോലെ തന്നെ ഇൻകം ടാക്സിന്റെ പേപ്പറുകളും വെച്ചിട്ട് അതല്ലാതെ തന്നെ ലോൺ അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് മാത്രം വെച്ചുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്, അതായത് നമ്മുടെ നാട്ടിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ലോൺ അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റും ബിസിനസ് പ്രൂഫും വെച്ചുകൊണ്ട് കഴിഞ്ഞ 18 മാസമെങ്കിലും ഒരടവ് പോലും തെറ്റാതെ അടച്ചിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ടേക്ക് ഓവർ ചെയ്യാൻ സാധിക്കും. ഇൻകം ടാക്സ് അടയ്ക്കാത്തവർക്കും ചെയ്യാൻ സാധിക്കും. എന്നാൽ ലേറ്റസ്റ്റ് ഇൻകം ടാക്സ് നിങ്ങൾ അടയ്ക്കേണ്ടി വരും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിന് വേണ്ടതെന്ന് നോക്കാം. ഒന്ന്, നമ്മുടെ നിലവിലുള്ള സ്ഥാപനത്തിൽ ലൈസൻസ് അപ്ഡേറ്റഡ് ആയിരിക്കണം. റെന്റ് അഗ്രിമെന്റ് കൊടുത്തിട്ടാണ് നമ്മൾ സ്ഥാപനം നടത്തുന്നതെങ്കിൽ ആ റെന്റ് അഗ്രിമെന്റിന്റെ കോപ്പി, ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റുകൾ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ITR ഫയൽ ചെയ്യണം. അതേപോലെ തന്നെ 12 മുതൽ 18 മാസം വരെയുള്ള ലോൺ അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ്, ഒരടവ് പോലും തെറ്റാൻ പാടില്ല. ലോൺ ടേക്ക് ഓവർ ചെയ്യാനെ കൊണ്ട് ഈ കാര്യങ്ങൾ സാധിക്കും. എല്ലാത്തരം ട്രാക്കും നമ്മൾ കൺസിഡർ ചെയ്യും. അതായത് നിങ്ങൾ 12 മാസത്തിന് മുമ്പ് ക്ലോസ് ചെയ്ത ലോണിന്റെ ട്രാക്കും കൺസിഡർ ചെയ്യും. ലോൺ എടുത്തിട്ട് 18 മാസം കഴിഞ്ഞ ലോണിന്റെ ട്രാക്ക് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കാർ ലോണ്, പേഴ്സണൽ ലോൺ, ബിസിനസ് ലോണ്, ചിട്ടികള്, ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് അഡീഷണൽ തുക വേണമെന്നുണ്ടെങ്കിൽ ഈ തുകയുടെ നിങ്ങൾക്ക് നിലവിലിരിക്കുന്ന EMI 1.25% കൂടെ അഡീഷണൽ EMI വരത്തക്ക രീതിയിലുള്ള ബാങ്കുകൾ ലോൺ നൽകും. അപ്പം നിങ്ങൾ കാർ ലോൺ എടുത്തതിന്റെ ട്രാക്ക് കൺസിഡർ ചെയ്യും, പേഴ്സണൽ ലോൺ എടുത്തതിന്റെ ട്രാക്ക് കൺസിഡർ ചെയ്യും, ബിസിനസ് ലോണിന്റെ ട്രാക്ക് കൺസിഡർ ചെയ്യും. നിങ്ങൾ ഇനി KSF ചിട്ടി എല്ലാ മാസവും 10,000 വെച്ച് അടയ്ക്കുന്നെങ്കിൽ ആ 10,000 നിങ്ങളുടെ വരുമാനമായിട്ട് ഈ സ്ഥാപനം കൺസിഡർ ചെയ്യും. അപ്പം നമുക്ക് ഒരു ലോൺ ടേക്ക് ഓവർ ചെയ്ത് മറ്റൊരു സ്ഥാപനത്തിലോട്ട് വയ്ക്കാൻ ആ നിലവിലുള്ള ലോണിന്റെ സ്റ്റേറ്റ്മെന്റ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും. ഒരു ടേക്ക് ഓവർ ടോപ്പ് അപ്പ് കേസുകളിൽ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആരൊക്കെ നിലവിലുള്ള ലോണിൽ ആപ്ലിക്കന്റും കോ ആപ്ലിക്കന്റുമായിട്ടുണ്ടോ അവർ തന്നെ പുതിയ ബാങ്കിലും ആപ്ലിക്കന്റും കോ ആപ്ലിക്കന്റുമായിട്ട് വരണം. ആർക്കും അതിനകത്ത് നിന്ന് മാറി നിൽക്കാൻ സാധിക്കത്തില്ല. അതേപോലെ തന്നെ നമുക്ക് പുതിയതായിട്ട് ഒരു ഇൻകം പേഴ്സണോട് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏറ്റവും കുറഞ്ഞത് 30 പ്രവൃത്തി ദിവസമെങ്കിലും എടുക്കും നമ്മുടെ കയ്യിൽ ടേക്ക് ഓവർ ചെയ്ത് അഡീഷണൽ ആയിട്ട് ഇച്ചിരി പൈസ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ പൈസ കിട്ടാൻ.
അതേപോലെ തന്നെ പ്രധാനമായിട്ട് ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ്, ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട്, ലോൺ ട്രാക്ക്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് NBFCകളിലും പ്രൈവറ്റ് ബാങ്ക്സുകളിലും ആണെങ്കിൽ നമ്മൾ അപേക്ഷ കൊടുത്ത് 15 ദിവസമെങ്കിലും കഴിയാതെ നമുക്ക് ഈ ഡോക്യുമെന്റ്സ് നമുക്ക് കിട്ടത്തില്ല. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് സമയം ക്രമീകരിക്കുക. നിങ്ങൾ ടേക്ക് ഓവർ ചെയ്ത് ടോപ്പ് അപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്യുമെന്റ്സിന് ആപ്ലിക്കേഷൻ കൊടുക്കുക. ആ ഡോക്യുമെന്റ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് ഫീസ് അവർ ഈടാക്കും. കൊടുക്കുന്ന ഡോക്യുമെന്റ്സിനെല്ലാം ഒറ്റ സമയം തന്നെ ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ്, ഔട്ട്സ്റ്റാൻഡിംഗ് പിന്നെ ലോൺ അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ്, അതുപോലെ തന്നെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് മറ്റ് ബാങ്കുകൾ നമ്മളോട് ആവശ്യപ്പെടുന്നു അതിനെല്ലാം ഒരുമിച്ച് ആപ്ലിക്കേഷൻ കൊടുത്ത് ഒരുമിച്ച് അതിന്റെ റെസിപ്റ്റ് വാങ്ങിച്ചാൽ മാത്രമേ നമുക്ക് വളരെ പെട്ടെന്ന് ടേക്ക് ഓവർ ചെയ്ത് ടോപ്പ് അപ്പ് ചെയ്ത് ഫണ്ട് കിട്ടാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അതേപോലെ തന്നെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഇൻഷുറൻസും പ്രോസസിംഗ് ഫീസും. പുതിയതായിട്ട് ഒരു ബാങ്കിലോട്ട് ലോൺ ടേക്ക് ഓവർ ചെയ്ത് മാറ്റി അഡീഷണൽ ഫണ്ട് നമ്മൾ എടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ചെലവുകളൊന്ന് ലീഗൽ ടെക്നിക്കൽ ഫീസ്, അതായത് അഡ്വക്കേറ്റിന് വീണ്ടും ഫീസ് കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ വാല്യുവേഷൻ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് വാല്യുവേറ്റർക്ക് അഡീഷണൽ ആയിട്ട് ഫീസ് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ MODT ചാർജ്, ലോൺ സാങ്ഷൻ ആകുന്ന തുകയുടെ 0.01% തുക ഈ പുതിയ ബാങ്കിലും അടയ്ക്കേണ്ടി വരും. പഴയ ബാങ്കിൽ ഓൾറെഡി നമ്മൾ ലോൺ സാങ്ഷൻ ആകുന്ന തുകയുടെ 0.01% അടച്ച് MODT കാര്യങ്ങളെല്ലാം ചെയ്തതാണ്. അതേപോലെ തന്നെ പുതിയ ബാങ്കിലും ആ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ സെർസായ് ചാർജസ് ചെറിയ തുകയാണ്, എന്നാലും സെർസായ് ചാർജസ് അഡീഷണൽ ആയിട്ട് നൽകും. പ്രധാനമായിട്ടും ഇൻഷുറൻസ് ചാർജ്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എ എന്ന് പറയുന്ന ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ലോൺ എമൗണ്ട് ഇൻഷുർ ചെയ്തിരുന്നു. അതുപോലെ തന്നെ പ്രോപ്പർട്ടി ഇൻഷുർ ചെയ്തിരുന്നു. അത് ആ ബാങ്കിന്റെ ഇൻഷുറൻസ് കമ്പനിയുമായിട്ടുള്ള പിന്നെ ഡീൽ അനുസരിച്ചിട്ടാണ് നമ്മൾ അവിടെ ഈ 2 ഇൻഷുറൻസും എടുത്തത്. നമ്മൾ ആ ബാങ്കിൽ നിന്ന് നമ്മുടെ ലോൺ ക്ലോസ് ചെയ്ത് മറ്റൊരു ബാങ്കിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഇവിടെ ഇൻഷുറൻസിന് അടച്ച തുക പിന്നീടേ നമുക്ക് കിട്ടത്തുള്ളൂ. എന്നാൽ നമ്മളുടെ ഡോക്യുമെന്റ് നമുക്ക് തിരിച്ചു തരണമെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസിന്റെ ചാർജും അതുപോലെ തന്നെ ഹൗസിംഗ് ലോണിന്റെ മുഴുവൻ തുകയും മുഴുവനായും അടച്ചു തീർത്താൽ മാത്രമേ ഇവർ നമുക്ക് ഡോക്യുമെന്റ് തരത്തുള്ളൂ. അപ്പം ആ തുക നമുക്ക് കുറച്ച് ഏകദേശം ഒരു 50% തുകയെങ്കിലും നമുക്ക് നഷ്ടമാകും. എന്നാൽ ബാക്കി തുക ആ ബാങ്ക് തിരിച്ചു തരാൻ തയ്യാറാകും. എന്നിട്ട് നമ്മൾ പുതിയൊരു ബാങ്കിൽ ചെല്ലുമ്പോൾ ആ ബാങ്ക് ഏതൊക്കെ ഇൻഷുറൻസ് കമ്പനികളായിട്ടാണോ ടൈപ്പ്, ആ ടൈപ്പ് ഉള്ള ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് പുതിയ ഇൻഷുറൻസ് എടുക്കേണ്ട ആവശ്യം വരികയും ചെയ്യും. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. വളരെ പെട്ടെന്ന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ലോൺ ടേക്ക് ഓവർ ചെയ്യുമ്പോൾ ബാങ്ക് നമ്മളോട് ആവശ്യപ്പെടുന്നതെന്നും എന്തൊക്കെ ഡോക്യുമെന്റ്സ് നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കണമെന്നും വളരെ പെട്ടെന്ന് നമുക്ക് സ്പീഡിൽ നിന്ന് ഓടിച്ചു നോക്കാം. ഒന്ന് ലോൺ ട്രാക്ക്, അതായത് ലോൺ എടുത്ത അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള ലോൺ അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ്. ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ്, എന്തൊക്കെ ആ വസ്തു സംബന്ധമായ ഡോക്യുമെന്റ് നമ്മൾ അവിടെ കൊടുത്തത് നമുക്ക് ഒരു ലെറ്റർ ഹെഡിൽ അവർ ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് തരും. അതേപോലെ തന്നെ ബാലൻസ് തുക എത്ര നമുക്ക് ബാങ്കിന് അടച്ചു തീർക്കാനുണ്ടെന്നുള്ള ഡോക്യുമെന്റ്, ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ടിന്റെ ഡീറ്റെയിൽസ്. അതേപോലെ തന്നെ നമ്മൾ എടുത്ത ബാങ്കിന്റെ ഓഫർ ലെറ്ററിന്റെ കോപ്പി അല്ലെങ്കിൽ സാങ്ഷൻ ലെറ്ററിന്റെ കോപ്പി. അതേപോലെ തന്നെ ഏറ്റവും പ്രധാന കാര്യങ്ങളൊന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന മുഴുവൻ വസ്തു സംബന്ധമായ ഡോക്യുമെന്റിന്റെ ഒരു സെറ്റ് കോപ്പി ബാങ്കിന്റെ സീലോട് കൂടിയത് കൂടെ നമ്മൾ വാങ്ങിച്ച് മറ്റൊരു ബാങ്കിൽ കൊടുക്കാൻ തയ്യാറായാൽ നമ്മളുടെ പ്രോസസ്സ് വളരെ വേഗത്തിൽ നടക്കാൻ സാധ്യമാണ്. അപ്പം ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് പ്രധാനമായിട്ടും ബാങ്കുകൾ ടേക്ക് ഓവറിന്റെ സമയത്ത് ആദ്യം നമ്മളോട് ആവശ്യപ്പെടുന്നത്. പ്രധാനമായിട്ടുള്ളത് ഇൻകം ഡോക്യുമെന്റ്സ് ആണ്. ഇൻകം ഡോക്യുമെന്റ്സിനകത്തില് എല്ലാ ഡോക്യുമെന്റും നമ്മൾ എ എന്ന് പറയുന്ന ബാങ്കിൽ നമ്മൾ ലോൺ എടുക്കാൻ കൊടുത്ത എല്ലാ ഡോക്യുമെന്റും ബി എന്ന് പറയുന്ന ബാങ്കിലോട്ട് ടേക്ക് ഓവർ ചെയ്യുമ്പോൾ ബി എന്ന് പറയുന്ന ബാങ്കിലും കൊടുക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ ലോൺ സാങ്ഷൻ ആക്കി അവർ തരത്തുള്ളൂ. പ്രത്യേകിച്ച് സാലറി സർട്ടിഫിക്കറ്റ്, ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റുകൾ, പവർ ഓഫ് അറ്റോർണികൾ. പ്രത്യേകിച്ച് പവർ ഓഫ് അറ്റോർണിയുടെ കാര്യം എടുത്തു പറയുന്നത്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് നമ്മളൊരു പവർ ഓഫ് അറ്റോർണി ചെയ്ത് കൊടുത്തിട്ടാണ് അവിടുന്ന് ആദ്യം നമ്മൾ ലോൺ എടുത്തതെങ്കിൽ അത് മാറ്റി ഫെഡറൽ ബാങ്കിലോട്ട് ഈ ടേക്ക് ഓവർ ചെയ്ത് ടോപ്പ് അപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഫെഡറൽ ബാങ്കിന്റെ രീതിക്ക് അനുസരിച്ചിട്ടുള്ള പവർ ഓഫ് അറ്റോർണി, അവരുടെ ഫോർമാറ്റിലുള്ള പവർ ഓഫ് അറ്റോർണി ചെയ്ത് കൊടുത്താലേ ഫെഡറൽ ബാങ്ക് ആ പവർ ഓഫ് അറ്റോർണി അക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലോൺ നൽകാൻ തയ്യാറാവത്തുള്ളൂ. അപ്പം എന്ത് തരം ഡോക്യുമെന്റുകളാണെങ്കിലും ഏറ്റവും ലേറ്റസ്റ്റ് 6 മാസത്തിനുള്ളിൽ തന്നെ എടുത്തത് കൊടുത്ത് പുതിയ ലോൺ നമുക്ക് സാങ്ഷൻ ആക്കാൻ സാധിക്കത്തുള്ളൂ. ഡോക്യുമെന്റിന്റെ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് വസ്തു സംബന്ധമായ ഡോക്യുമെന്റ് ആണ്. അതായത് വസ്തുവിന്റെ ഡോക്യുമെന്റിന്റെ ലീഗൽ സെറ്റിന്റെ ഫുൾ സെറ്റ് കോപ്പി ബാങ്കിൽ നൽകിയതിന്റെ എല്ലാം സീലോട് കൂടിയത് ഒരു സെറ്റ് കോപ്പി കൊടുക്കാൻ തയ്യാറാവണം. അതേപോലെ തന്നെ ആധാരങ്ങൾ, മുന്നാധാരങ്ങൾ, കരമടച്ച രസീത്, വീടിന്റെ കരമടച്ച രസീത്, ബാധ്യത, ലൊക്കേഷൻ സ്കെച്ച്, ബാധ്യത സർട്ടിഫിക്കറ്റ് എടുത്തതിന്റെ ബാക്കിയുള്ള ഡേറ്റിന്റെ എടുത്ത് നൽകിയാൽ മതി. ലൊക്കേഷൻ സ്കെച്ചും സർട്ടിഫിക്കറ്റ്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റുകൾ, തണ്ടപ്പേർ പകർപ്പ്, വീടിന്റെ പ്ലാന്, അതേപോലെ തന്നെ അപ്ഡേറ്റഡ് ഡോക്യുമെന്റ്സ് ആയിട്ട് ഇത്രയും ഡോക്യുമെന്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ സെർസായി ചാർജസ് ക്ലിയർ ചെയ്യുന്നതിന്റെ ഡോക്യുമെന്റുകൾ, അതല്ലെങ്കിൽ ബാങ്കിന്റെ നിന്ന് ലെറ്റർ, കരമടച്ച രസീത് ഏറ്റവും പുതിയത്, വീടിന്റെ കരമടച്ച രസീത്, ബാധ്യത സർട്ടിഫിക്കറ്റ് എടുത്തതിന്റെ ബാക്കി, ലൊക്കേഷൻ സ്കെച്ചും സർട്ടിഫിക്കറ്റ്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ്. അപ്പൊ ഇത്രയും ഡോക്യുമെന്റും കൂടെ
നമ്മൾ എടുത്ത ഡോക്യുമെന്റിന് അഡീഷണൽ ആയിട്ട് പുതിയതായിട്ട് എടുത്ത് ബാങ്കിൽ കൊടുത്താൽ മാത്രമേ ലീഗൽ റിപ്പോർട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം അതേപോലെ തന്നെ ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ്, ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട്, ലോൺ ട്രാക്ക് തുടങ്ങിയ ഡോക്യുമെന്റുകൾ നൽകാൻ തയ്യാറാണ്. അപ്പോൾ ഇത്രയും പ്രധാന ഡോക്യുമെന്റുകളാണ് ബാങ്ക് നമ്മളോട് പ്രധാനമായിട്ട് ആവശ്യപ്പെട്ട് ഈ നൽകുന്ന ഡോക്യുമെന്റിനെ അനുസരിച്ചിട്ട് മാത്രമാണ് അവർ ലോൺ സാങ്ഷൻ ആക്കി നൽകാൻ തയ്യാറാവുന്നത്. അടുത്തതായിട്ട് ടേക്ക് ഓവർ ചെയ്തതിനു ശേഷം ടോപ്പ് അപ്പിന്റെ ഫണ്ട് നമുക്ക് കിട്ടാനെ കൊണ്ട് എന്തൊക്കെയാണ് ബാങ്കിന്റെ നിബന്ധനകളായിട്ട് വരുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് നമ്മൾ വസ്തുസംബന്ധമായ മുഴുവൻ ഡോക്യുമെന്റുകളും എ എന്ന് പറയുന്ന ബാങ്കിൽ നിന്ന് എടുത്ത് ഫണ്ട് അടച്ച് ക്ലോസ് ചെയ്ത് എടുത്ത് ബി എന്ന് പറയുന്ന ബാങ്കിൽ കൊടുത്തതിന് ശേഷം ബി എന്ന് പറയുന്ന ബാങ്കിന്റെ പ്ലാൻ അഡ്വക്കേറ്റ് ഒരു സപ്ലിമെന്ററി റിപ്പോർട്ട് കൂടെ നമുക്ക് എടുത്തു തരും. ആ റിപ്പോർട്ടും കിട്ടിക്കഴിഞ്ഞതിന് ശേഷമേ ഫണ്ട് നൽകാൻ ബാങ്ക് തയ്യാറാവത്തുള്ളൂ. അതേപോലെ തന്നെ പ്രധാനമായിട്ടും മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ പ്രോപ്പർട്ടി വാല്യൂവിന്റെ 80% വരെ പരമാവധിയെ ബാങ്ക് ലോൺ നൽകാൻ തയ്യാറാവത്തുള്ളൂ. ഈ കാര്യങ്ങൾ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ NBFC-കളാണെങ്കിലും ഏത് തരം ബാങ്കുകളാണെങ്കിലും നമ്മൾ ടേക്ക് ഓവർ ചെയ്തത് ഒരു ലോണായിട്ടും അതേപോലെ തന്നെ ടോപ്പ് അപ്പ് എന്ന് പറയുന്ന അഡീഷണൽ ലോണായിട്ട് 2 ലോൺ അക്കൗണ്ടുകളായിരിക്കും, 2 ലോൺ അക്കൗണ്ട് നമ്പറുകളായിരിക്കും, സെപ്പറേറ്റ് ലോൺ നമ്പർ ആയിരിക്കും രണ്ടിനും ഉണ്ടാവുക. അപ്പൊ ഈ കാര്യങ്ങൾ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പലിശ നിരക്ക് ഹൗസിംഗ് ലോണിന്റെ പലിശ നിരക്കിനെക്കാട്ടിൽ കൂടുതലായിരിക്കും. 0.25 തൊട്ട് പിന്നെ നമ്മൾ എടുക്കുന്ന അഡീഷണൽ ഫണ്ട് എന്ത് ആവശ്യത്തിന് വേണ്ടി കൺസ്ട്രക്ഷൻ ആണെങ്കിൽ കൺസ്ട്രക്ഷന്റെ പിന്നെ റേറ്റ് കിട്ടും, ലോൺ അഗൻസ്റ്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ ലോൺ അഗൻസ്റ്റ് പ്രോപ്പർട്ടിയുടെ റേറ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ കൂടെ അഡീഷണൽ തുകയ്ക്ക് അഡീഷണൽ പലിശയായിട്ട് അവർ ഈടാക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ടേക്ക് ഓവർ പോസിബിൾ അല്ലാത്ത ആളുകൾ ആരൊക്കെയാണെന്ന് പ്രധാനമായിട്ടും ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ക്യാഷ് സാലറി വാങ്ങിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ടേക്ക് ഓവർ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് വലിയ പ്രയോജനമില്ല. കാരണം പല NBFC-കളും ടേക്ക് ഓവർ ചെയ്യാൻ തയ്യാറാവും, അത് വേറൊരു NBFC-യെ ടേക്ക് ഓവർ ചെയ്യാൻ തയ്യാറാവത്തുള്ളൂ. അപ്പൊ പലിശയിലുള്ള ഡിഫറൻസ് ഒന്നും ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക. അതേപോലെ തന്നെ 12 മാസത്തെ EMI-ക്ക് അതിൽ ലോൺ എടുത്തിട്ട് അന്ന് മുതൽ ഇന്ന് വരെയുള്ള അടവ് നോക്കുമ്പോൾ ലാസ്റ്റ് 12 മന്ത്സിൽ EMI-യിൽ ഏതെങ്കിലും ഒരെണ്ണം അടവ് തെറ്റിയിട്ടുണ്ടെങ്കിൽ ബാങ്കുകൾ ലോൺ നൽകാൻ തയ്യാറാവത്തില്ല. അതുപോലെ തന്നെ സിബിൽ സ്കോറിന്റെ ഇഷ്യൂസ് ഉള്ളവർക്കും ലോൺ നൽകാൻ തയ്യാറാകത്തില്ല. ഇത്രയുമാണ് പ്രധാനമായിട്ടും ഒരു ലോൺ ടേക്ക് ഓവർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ബാങ്കുകളുടെ പ്രധാന നിബന്ധനകൾ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിയാൽ അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു നൽകുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ അടുത്തൊരു വീഡിയോയുമായിട്ട് ഭവന വായ്പയുമായിട്ട് വീടും കൂടെ പണയം പെടുത്തി ലോൺ എടുക്കുന്നതിന്റെ നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി. താങ്ക് യു.